നമസ്കാരം. ഡൽഹി പോലീസിലേക്ക് ഹെഡ് കോൺസ്റ്റബിൾ, അസിസ്റ്റന്റ് വയർലെസ് ഓപ്പറേറ്റർ, ടെലി പ്രിന്റർ ഓപ്പറേറ്റർ നോട്ടിഫിക്കേഷൻ ഇതാ എത്തിക്കഴിഞ്ഞു. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഡൽഹി പോലീസിലേക്ക് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ SSC വഴി ഡൽഹി പോലീസിലേക്ക് കോൺസ്റ്റബിൾ നോട്ടിഫിക്കേഷൻ വീഡിയോ എത്തിച്ചതാണ്. ഇപ്പോൾ ഹെഡ് കോൺസ്റ്റബിൾ നോട്ടിഫിക്കേഷൻ കൂടെ റിലീസായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഡീറ്റെയിൽസ് ഡിസ്കസ് ചെയ്യാം. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കാണാം, ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. 24/9/2025 വീഡിയോ ചെയ്യുന്നതെന്ന് പറയുകയാണെങ്കിൽ ഇന്നലെ മുതൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. 24 സെപ്റ്റംബർ മുതൽ 15 ഒക്ടോബറാണ് ലാസ്റ്റ് ഡേറ്റ് പറയുന്നത്. ഫീസ് അടയ്ക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് 16-ാം തീയതി, ഒക്ടോബർ 16-ന് മുന്നേ നിങ്ങൾ ഫീസും അടയ്ക്കണം. അപ്പോൾ അപേക്ഷ അയക്കുമ്പോൾ എന്തെങ്കിലും തെറ്റ് വരുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള വിൻഡോ 23 ഒക്ടോബർ മുതൽ 25 ഒക്ടോബർ വരെ അതും ആക്റ്റീവ് ആവും. അപ്പോൾ ആപ്ലിക്കേഷൻ വീഡിയോ വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ, തീർച്ചയായിട്ടും ചെയ്യാം. പിന്നെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമാണ് ആദ്യം കണ്ടക്ട് ചെയ്യുന്നത്. അതിൻ്റെ ഡേറ്റ് അടക്കം വന്നിട്ടുണ്ട്. ജനുവരി മാസത്തിൽ 2025 ഡിസംബറോ ജനുവരി 2026 കൂടി നിങ്ങൾക്ക് പരീക്ഷയും നടത്തും. അപ്പോൾ അധികം ടൈം കിട്ടുന്നില്ല, ഏകദേശം 3-4 മാസം മാത്രമാണ് സമയം കിട്ടുന്നത്. അതുകൊണ്ട് ഇപ്പോഴേ നിങ്ങൾ പഠിച്ച് തുടങ്ങിക്കോളൂ കേട്ടോ. ഇപ്പം തന്നെ നിങ്ങൾ പഠിക്കുക, ലേറ്റ് ആക്കണ്ട. പഠിക്കാൻ പറ്റിയ ബുക്കിൻ്റെ ലിങ്ക് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. പർച്ചേസ് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാം. അത്യാവശ്യം നല്ലൊരു ബുക്ക് തന്നെയാണ്. പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഒരുപോലെ അപ്ലൈ ചെയ്യാൻ പറ്റും. സാലറി പാക്കേജ് 25,500 തൊട്ട് 81,100 വരെ നിങ്ങൾക്ക് ശമ്പളം കിട്ടാവുന്ന പോസ്റ്റാണ്. അതിൻ്റെ കൂടെ ധാരാളം അലവൻസുകൾ വരുന്നുണ്ട്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അലവൻസുകളും കിട്ടും. ഇനി വാക്കൻസിയുടെ കണക്ക്: ഹെഡ് കോൺസ്റ്റബിൾ മെയിൽസിന് ഓപ്പൺ കാറ്റഗറി ജനറൽ 126 വാക്കൻസി, EWSകാർക്ക് 29, OBCകാർക്ക് 76, SC 33, ST 21. അങ്ങനെ ബോയ്സിന് ഓപ്പൺ കാറ്റഗറി, അതായത് ജനറലായിട്ട് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഓപ്പൺ കാറ്റഗറിയിൽ 285 വാക്കൻസിയാണ്. എക്സ് സർവീസ്മാന് മാത്രം 49 വാക്കൻസി. ഡിപ്പാർട്ട്മെന്റൽ കാൻഡിഡേറ്റ്സിന് സ്ഥിരമായിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് 36 വാക്കൻസിയും വന്നിട്ടുണ്ട്. 370 വാക്കൻസിയാണ് ആൺകുട്ടികൾക്ക് മൊത്തം റിലീസായിട്ടുള്ളത്. പിന്നെ പെൺകുട്ടികൾക്ക് ഓപ്പൺ കാറ്റഗറി ജനറൽ 70 വാക്കൻസി, EWSകാർക്ക് 16, OBC 42, SC 21, ST 14. ഓപ്പൺ കാറ്റഗറി ഗേൾസിന് 163 വാക്കൻസിയാണ്. ഡിപ്പാർട്ട്മെന്റൽ കാൻഡിഡേറ്റ്സിന് 19 വാക്കൻസി. അങ്ങനെ ഗേൾസിന് 182 വാക്കൻസിയാണ് ഇപ്പോൾ നിലവിൽ റിലീസായിട്ടുള്ളത്. വാക്കൻസി കൂടാനും ചാൻസ് ഉണ്ട് കേട്ടോ, ആ കാര്യം കൂടി മനസ്സിലാക്കുക. ഒരു ടൈം ആകുമ്പോൾ സാധാരണ വാക്കൻസി കൂടാറുണ്ട്. ഏജ് ലിമിറ്റ് പറയുന്നത് 18 to 27 കറക്റ്റ് ഡേറ്റ് ഓഫ് ക്രൈറ്റീരിയ 27/98-നും 1/7/2007 ഈ പറഞ്ഞ ഡേറ്റിൻ്റെ ഇടയിൽ ജനിച്ചവർക്ക് ബോയ്സിനും ഗേൾസിനും അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി OBC ആണെങ്കിൽ 3 വർഷം വരെ ഇളവ് കിട്ടുന്നുണ്ട്. SC STകാരാണെങ്കിൽ 5 വർഷം. പിന്നെ ഡിപ്പാർട്ട്മെന്റൽ കാൻഡിഡേറ്റ്സിനൊക്കെ ഇളവ് കിട്ടുന്ന നോട്ടിഫിക്കേഷനാണ്. എക്സ് സർവീസ്മാനൊക്കെ കിട്ടുന്നുണ്ട്. അടുത്ത ഡീറ്റെയിൽസ് ക്വാളിഫിക്കേഷനാണ്. ക്വാളിഫിക്കേഷൻ +2 സയൻസ്. +2-ൽ സയൻസ് പഠിക്കണം നിർബന്ധമാണ്. +2 സയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി +2 പഠിക്കാത്തവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ NTC നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ്, മെക്കാനിക് കം ഓപ്പറേറ്റർ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിലെ സർട്ടിഫിക്കറ്റാണ് വേണ്ടത്. ആ ഒരു കോഴ്സിൽ NTC സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലും അപ്ലൈ ചെയ്യാം. അപ്പോൾ +2 സയൻസ് ഓർ NTC സർട്ടിഫിക്കറ്റ് ഹോൾഡേഴ്സിന് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. +2-ൽ കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് ഒന്നും പറ്റില്ല, സയൻസ് തന്നെ നിർബന്ധമാണ്. പിന്നെ NCC സർട്ടിഫിക്കറ്റ് ബോണസ് മാർക്ക് കൊടുക്കുന്നുണ്ട്. C സർട്ടിഫിക്കറ്റിന് 5%, B സർട്ടിഫിക്കറ്റിന് 3%, A സർട്ടിഫിക്കറ്റിന് 2%. അപ്പോൾ അപേക്ഷ അയക്കുമ്പോൾ നിങ്ങൾ NCC സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ആ കാര്യം വിട്ടുപോകരുത്. അതുപോലെ തന്നെ രാഷ്ട്രീയ രക്ഷാ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ഡിഗ്രി അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഹോൾഡേഴ്സിനും ബോണസ് മാർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഓർത്ത് വയ്ക്കുക. അപേക്ഷ അയക്കുമ്പോൾ അതൊക്കെ കൊടുക്കാൻ ശ്രമിക്കുക. പിന്നെ ആപ്ലിക്കേഷൻ ഫീസ് 100 രൂപ വരുന്നുണ്ട്. ജനറൽ OBC ബോയ്സിനൊക്കെ 100 രൂപ പേയ്മെൻറ്റ് അടയ്ക്കണം. പെൺകുട്ടികൾക്ക് ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാം. പിന്നെ ബോയ്സിൽ SC STകാർക്ക് എക്സ് സർവീസ്മാനൊക്കെ ഫ്രീ ആയിട്ട് തന്നെ അപേക്ഷ അയക്കാൻ പറ്റും. കേരളത്തിൽ പരീക്ഷാ സെൻറ്ററുകൾ വരുന്നുണ്ട്. കർണാടക റീജിയൻ ഇവിടെ കാണാം. എറണാകുളം, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, തിരുവനന്തപുരം, തൃശ്ശൂർ, കണ്ണൂർ തുടങ്ങിയ ജില്ലകളിൽ നിങ്ങൾക്ക് എക്സാമിനേഷൻ സെൻറ്ററും കിട്ടും. അപ്പോൾ അപേക്ഷ അയച്ചു കഴിഞ്ഞാൽ പുറത്തൊന്നും പോയിട്ട് പരീക്ഷ എഴുതേണ്ട, നമ്മുടെ കേരളത്തിനകത്ത് തന്നെ സെൻറ്റർ വരുന്ന നോട്ടിഫിക്കേഷൻ കൂടെയാണ്. എക്സാമിൻ്റെ സ്കീം ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമാണ് ആദ്യം കണ്ടക്ട് ചെയ്യുന്നത്, 100 മാർക്കിനാണ്. പിന്നെ ഫിസിക്കൽ എൻഡുറൻസും ഫിസിക്കൽ മെഷർമെൻറ്റും കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ട്രേഡ് ടെസ്റ്റ് വരുന്നുണ്ട്. പിന്നെ ഇംഗ്ലീഷ് വേർഡ് പ്രോസസ്സിംഗ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്.
പിന്നെ കമ്പ്യൂട്ടർ ഫംഗ്ഷൻ്റെ ടെസ്റ്റും വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ക്ലിയർ ആവണം. ഫസ്റ്റ് എക്സാമാണ് 0.25 നെഗറ്റീവ് മാർക്കിംഗ്, 4 റോങ് ആയിട്ട് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ 1 മാർക്ക് നിങ്ങളുടെ നെഗറ്റീവായിട്ട് പോകും. 100 ക്വസ്റ്റ്യൻസ് 100 മാർക്കിനാണ് പരീക്ഷ. ഹിന്ദിയിലും ഇംഗ്ലീഷിലും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ ആവും. ജനറൽ അവയർനെസ് 20 ക്വസ്റ്റ്യൻസ് 20 മാർക്കിന്, സയൻസ് 25 ക്വസ്റ്റ്യൻസ് 25 മാർക്കിന്, മാത്സ് 25 ക്വസ്റ്റ്യൻസ് 25 മാർക്കിന്, റീസണിങ് 20 മാർക്കിന്, പിന്നെ കമ്പ്യൂട്ടർ ഫണ്ടമെൻ്റൽ, MS എക്സൽ, MS വേർഡ്, കമ്മ്യൂണിക്കേഷൻ, ഇൻ്റർനെറ്റ്, www. പിന്നെ വെബ് ബ്രൗസറും കാര്യങ്ങളും സിലബസ് ആയിട്ട് വരുന്നുണ്ട്. 10 ക്വസ്റ്റ്യൻസ് 10 മാർക്കിന്. അങ്ങനെ എല്ലാ സബ്ജക്റ്റും കൂടി മൊത്തം 1.5 മണിക്കൂർ 90 മിനിറ്റാണ് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ടൈം കിട്ടുന്നത്. +2 ലെവല് ക്വസ്റ്റ്യൻ പേപ്പറാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ സിലബസ് ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ജനറൽ അവയർനെസ്, സയൻസിൽ ഫിസിക്സ് കെമിസ്ട്രി ഉണ്ടാവും, പിന്നെ മാത്സ്, റീസണിങ്ങും കാര്യങ്ങളും, കമ്പ്യൂട്ടർ ഫണ്ടമെൻ്റൽ ക്വസ്റ്റ്യൻസ് തുടങ്ങിയ സിലബസ് ഡീറ്റെയിൽസ് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. ഇനി ഹൈറ്റ് വേണ്ടത് അപ് ടു 30 ഇയേഴ്സ്, 30 വയസ്സിന് താഴെയുള്ളവർക്ക് 7 മിനിറ്റ് ടൈം കിട്ടുന്നുണ്ട് 1600 മീറ്റർ ഓടിക്കയറാൻ. 12.5 ഫീറ്റ് ലോങ് ജമ്പും 3.5 ഫീറ്റ് ഹൈ ജമ്പും നിങ്ങൾ കവർ ചെയ്യണം. ബോയ്സ് ആണ്. അപ് ടു 30 ഇയേഴ്സ്, 30 ഇയേഴ്സിന് താഴെയുള്ളവർ. ഇനി 30 വയസ്സിനും 40 വയസ്സിനും ഇടയിലുള്ളവരാണെങ്കിൽ 8 മിനിറ്റ് കൊണ്ട് 1600 മീറ്റർ ഓടിക്കയറുക. 11.5 ഫീറ്റ് ലോങ് ജമ്പും 3.25 ഫീറ്റ് ഹൈ ജമ്പും നിങ്ങൾ ചാടിയിട്ടുണ്ടാവണം. പിന്നെ എബവ് 40 ഇയേഴ്സ് ആണെങ്കിൽ 9 മിനിറ്റ് 1600 മീറ്ററിന് ടൈം കിട്ടും. ലോങ് ജമ്പും ഹൈ ജമ്പും ക്ലിയർ ചെയ്യണം. പെൺകുട്ടികൾക്ക് അപ് ടു 30 ഇയേഴ്സ്, 30 വയസ്സിന് താഴെയുള്ളവർക്ക് 800 മീറ്റർ ആണ്, 5 മിനിറ്റ് കൊണ്ട് ഓടിക്കയറിയാൽ മതി. പിന്നെ ലോങ് ജമ്പ് 9 ഫീറ്റ്, ഹൈ ജമ്പ് 3 ഫീറ്റ് ചാടിയിരിക്കണം. പിന്നെ എബവ് 30 to 40, 30നും 40നും ഇടയിലുള്ളവർക്ക് 800 മീറ്റർ 6 മിനിറ്റ് കൊണ്ട് ഓടിക്കയറണം. ലോങ് ജമ്പും ഹൈ ജമ്പും ഉണ്ടായിരിക്കും. എബവ് 40 ഇയേഴ്സ് ആണെങ്കിൽ 800 മീറ്റർ 7 മിനിറ്റ് കൊണ്ട് ഓടിക്കയറിയാൽ മതി. അവർക്ക് ലോങ് ജമ്പും ഹൈ ജമ്പും കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഈ എബവ് 30, എബവ് 40 എന്ന് പറയുന്നത് ഏജ് റിലാക്സേഷൻ കൊടുക്കുന്ന അടിസ്ഥാനത്തിലാണ് ഈ ഒരു വയസ്സിൻ്റെ കണക്ക് പറയുന്നത്. SC STക്കാർക്ക് 5 വർഷം മാത്രമേ കിട്ടുള്ളൂ, 32 വരെയാണ് കിട്ടുള്ളൂ. പിന്നെ ഡിപ്പാർട്ട്മെൻറ്റൽ കാൻഡിഡേറ്റ്സിനൊക്കെ അതിൻ്റേതായ ഇളവുകൾ കൊടുക്കുന്ന റിക്രൂട്ട്മെൻറ്റ് ആയതുകൊണ്ടാണ് ആ ഒരു ഏജ് ക്രൈറ്റീരിയ അവർ പറയുന്നത്. ഇനി ഹൈറ്റ് വേണ്ടത് ബോയ്സിന് 170 സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് വേണ്ടത്. ചെസ്റ്റ് മിനിമം 81 സെൻറ്റിമീറ്റർ വേണം. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 85 സെൻറ്റിമീറ്റർ വരെ ചെസ്റ്റ് മെഷർമെൻറ്റ് വേണം. പെൺകുട്ടികൾക്ക് 157 സെൻറ്റിമീറ്റർ ഹൈറ്റ് മതി. പിന്നെ മെഡിക്കൽ ടെസ്റ്റൊക്കെ ഉണ്ടാവും. മെഡിക്കൽ ടെസ്റ്റിൽ ഐ ടെസ്റ്റൊക്കെ പക്കയായിരിക്കണം. പിന്നെ കളർ ബ്ലൈൻഡ്നെസ്, സ്കിൻ്റെയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ആദ്യം കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം, പിന്നെ ഫിസിക്കൽ എൻഡ്യൂറൻസ് ടെസ്റ്റ്, മെഷർമെൻറ്റ് ടെസ്റ്റ്, ട്രേഡ് ടെസ്റ്റ്, ഇംഗ്ലീഷ് വേർഡ് പ്രോസസ്സിംഗ് ടെസ്റ്റും ബേസിക് കമ്പ്യൂട്ടർ ഫംഗ്ഷൻ്റെ ടെസ്റ്റും കണ്ടക്ട് ചെയ്യും. അതിനുശേഷം മെഡിക്കൽ എക്സാമാണ് നടത്തുന്നത്. ഇങ്ങനെയാണ് സെലക്ഷൻ ക്രൈറ്റീരിയ. നിങ്ങളിപ്പോഴേ പ്രിപ്പറേഷൻ തുടങ്ങിക്കോളൂ. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ആപ്ലിക്കേഷൻ ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഡൽഹി പോലീസിലേക്ക് ഹെഡ് കോൺസ്റ്റബിൾ, അസിസ്റ്റൻറ്റ് വയർലെസ് ഓപ്പറേറ്റർ, ടെലി പ്രിൻ്റർ ഓപ്പറേറ്റർ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസാണ് നിങ്ങളിലേക്ക് ഇപ്പോൾ എത്തിച്ചത്. ഇനി ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റീരിയൽ വരാനുണ്ട്. അതിൻ്റെ അപ്ഡേറ്റ്സുകളൊക്കെ കറക്റ്റായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എന്തായാലും വീഡിയോ അയച്ചു കൊടുക്കുക. ഇതിൻ്റെ ആപ്ലിക്കേഷൻ വീഡിയോ വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്തോളൂ. ഒരുപാട് പേര് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ ധൈര്യമായിട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.